Hi friends, welcome to your YouTube channel. ഇന്ന് നമ്മൾ ഫ്ലൂയിഡ് മെക്കാനിക്സിലെ ഡയമെൻഷൻലെസ് നമ്പേഴ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ ഒരു ഡയമെൻഷൻലെസ് നമ്പറിന്റെ ഒരു ഇൻട്രോ തന്നിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ അതിന്റെ ഓരോന്നിന്റെയും ഓരോ ഡയമെൻഷൻലെസ് നമ്പറിന്റെയും നമ്മൾ റിലേഷൻ നമ്മൾ ഇന്ന് ഡിറൈവ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ റൈനോൾഡ് നമ്പർ ആണ് വരിക. റൈനോൾഡ് നമ്പർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് ഇനേർഷ്യ ഫോഴ്സ് ടു വിസ്കസ് ഫോഴ്സ്. അപ്പോൾ ഇനേർഷ്യ ഫോഴ്സിന്റെയും വിസ്കസ് ഫോഴ്സിന്റെയും റേഷ്യോക്കാണ് നമ്മൾ റൈനോൾഡ് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഓർത്ത് വെക്കാനുള്ള ഒരു എളുപ്പവഴി ഇതാണ്. വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, റെസിസ്റ്റൻസ് ടു ഫ്ലോ ആണ്. ഓക്കെ, അപ്പോൾ വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റെസിസ്റ്റൻസ് ടു ഫ്ലോ ആണ്. അപ്പോൾ ഈ R വെച്ചിട്ടുള്ള ഒരു നമ്പർ ആയിരിക്കും വിസ്കോസിറ്റിയുടെ ഉണ്ടാവുക. അപ്പോൾ R വെച്ചിട്ടുള്ള നമ്പർ എന്ന് പറഞ്ഞാൽ റൈനോൾഡ് നമ്പർ ആണ്. അപ്പോൾ അങ്ങനെ അത് ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇവിടുത്തെ ഇതിന്റെ ഓരോ ഈ ഇനേർഷ്യ ഫോഴ്സിന്റെയും വിസ്കസ് ഫോഴ്സിന്റെയും ആ ഒരു ഡെറിവേഷൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് ഓരോ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ആദ്യമേ നമുക്ക് ഇനേർഷ്യ ഫോഴ്സിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാം. അപ്പോൾ ഇനേർഷ്യ ഫോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് കോമൺ ആയിട്ട് കണ്ടുപിടിച്ചത് കണ്ടാണ് 5 ഡയമെൻഷൻലെസ് നമ്പേഴ്സിലും ന്യൂമറേറ്ററിൽ വരുന്നത് ഇനേർഷ്യ ഫോഴ്സ് ആണ്. അപ്പോൾ നമുക്ക് അതിന്റെ ആദ്യമേ നമുക്ക് കണ്ടുപിടിച്ച് വെക്കാം. അപ്പോൾ ഇനേർഷ്യ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ഫ്ലോയിങ് ഫ്ലൂയിഡിന്റെ മാസും അതുപോലെ തന്നെ ആക്സിലറേഷന്റെയും പ്രൊഡക്റ്റിനാണ് നമ്മൾ ഇനേർഷ്യ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഓഫ് ഫ്ലോയിങ് ഫ്ലൂയിഡ് അതിനാണ് നമ്മൾ ഇനേർഷ്യ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ മാസിന് പകരവും ആക്സലറേഷൻ ഓഫ് ഫ്ലോയിങ് ഫ്ലൂയിഡ് പകരം നമുക്ക് ഓരോ വാല്യൂസ് കൊണ്ടുവന്ന് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അത് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നമുക്ക് നോക്കാം. ഇവിടെ ഇപ്പോൾ നമുക്ക് മാസ്, നമുക്ക് ഡെൻസിറ്റിയുടെ ഇക്വേഷൻ അറിയാം. നമുക്ക് എന്താണ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ഫ്ലൂയിഡ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ഫ്ലൂയിഡ് ആണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഈ മാസിന്റെ പകരം എന്ത് എഴുതാൻ പറ്റും? മാസ് ഇസ് ഈക്വൽ ടു വോളിയം ഇൻറ്റു ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ഈ മാസിന് പകരം എന്ത് കൊടുക്കുകയാണ്? ഡെൻസിറ്റി റോ ഇൻറ്റു വോളിയം. അത് മാസിന്റെ പോലെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി അടുത്ത് നമുക്ക് ആക്സിലറേഷൻ ഓഫ് ഫ്ലോയിങ് ഫ്ലൂയിഡിൽ നമുക്ക് എന്താണ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് വെലോസിറ്റി ബൈ ടൈം അല്ലെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണ് ആക്സിലറേഷൻ. ദാറ്റ് ഈസ് വെലോസിറ്റി ബൈ ടൈം. എന്തിനേയും വിത്ത് റെസ്പെക്ട് ടു ടൈം പറയുന്നതിനാണ് നമ്മൾ അതിനെ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ ആക്സിലറേഷൻ ഓഫ് ഫ്ലോയിങ് ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? വെലോസിറ്റി ബൈ ടൈം എന്ന് അവിടെ നമുക്ക് എഴുതാൻ പറ്റും. ഇനി ഞാൻ ഈ ടൈമിനെ, ഈ ഡിനോമിനേറ്ററുള്ള ടൈമിനെ ഈ വോളിയത്തിന് നേരെ താഴേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് അറേഞ്ച് ചെയ്യുമ്പോൾ വരുന്ന ഇതാണ് ഡെൻസിറ്റി ഇൻറ്റു വോളിയം ബൈ ടൈം ഇൻറ്റു വെലോസിറ്റി എന്ന് എഴുതാം. ഇനി ഇവിടെ നമുക്ക് നോക്കാം വോളിയം ബൈ ടൈം. വോളിയം പെർ ടൈം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡിസ്ചാർജ് ആണ്. ഓക്കെ, ഡിസ്ചാർജ് ഓഫ് ഫ്ലൂയിഡ് ആണ്. അപ്പോൾ നമുക്ക് റോ ഇൻറ്റു ഈ ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ ഏരിയ ഇൻറ്റു വെലോസിറ്റി ആണ്. ഏരിയ ഇൻറ്റു വെലോസിറ്റി ആണ് ഡിസ്ചാർജ് വരിക. ഇത് ഇൻറ്റു വെലോസിറ്റി ഓഫ് ഫ്ലൂയിഡ് വി. അപ്പോൾ നമുക്ക് എന്താണ് ഇനേർഷ്യ ഫോഴ്സിന്റെ എക്സ്പ്രഷൻ വരുന്നത് റോ എ വി സ്ക്വയർ. ഇതാണ് നമ്മുടെ ഇനേർഷ്യ ഫോഴ്സിന്റെ ഇക്വേഷൻ വരുന്നത്. 5 ഡയമെൻഷൻലെസ് നമ്പറിലും ന്യൂമറേറ്ററിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഈ റോ എ വി സ്ക്വയർ ആണ്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് വിസ്കസ് ഫോഴ്സ് എന്താന്ന് നോക്കാം. വിസ്കസ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? നമുക്ക് ആ ഒരു ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നതിനാണ് നമുക്ക് വിസ്കസ് ഫോഴ്സ് ഇവിടെ വരുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ഷിയർ സ്ട്രെസ് ഇൻറ്റു ഏരിയ ആണ് നമുക്ക് എന്ത് വരിക? വിസ്കസ് ഫോഴ്സ് വരുന്നത്. അപ്പോൾ നമുക്കിവിടെ വിസ്കസ് ഫോഴ്സിന്റെ ഇക്വേഷൻ നോക്കാം. ഷിയർ സ്ട്രെസ് ഇൻറ്റു ഏരിയ. നമുക്കിപ്പോൾ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് ഫോഴ്സ് ബൈ ഏരിയ ആണ് സ്ട്രെസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഷിയർ ഫോഴ്സ് അല്ലെങ്കിൽ വിസ്കസ് ഫോഴ്സ് എന്ന് പറയുന്നത് വരും ഷിയർ സ്ട്രെസ് ഇൻറ്റു ഏരിയ വരും. ഇനി നമുക്ക് ഈ ടോയുടെ ഇക്വേഷൻ നമുക്കറിയാം എന്താണ് മ്യൂ ഇൻറ്റു ഡി യു ബൈ ഡി വൈ ആണ് ഷിയർ സ്ട്രെസ്സിന്റെ ഇക്വേഷൻ വരിക. അതേ ഇൻറ്റു ഏരിയ. ഓക്കെ, അപ്പോൾ ഞാൻ പിന്നെ ഇവിടെ എന്ത് ചെയ്തു? ഈ ഡി യു എന്ന് പറഞ്ഞാലും യു എന്ന് പറഞ്ഞാലും നമുക്ക് വെലോസിറ്റി ആണ്. അതുപോലെ ഈ ഡി വൈ എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്റ്റൻസ് ആണ് അല്ലെ. അപ്പോൾ നമുക്ക് അവിടെ എന്ത് എഴുതാൻ പറ്റും? ഈക്വൽസ് മ്യൂ ഇൻറ്റു ഈ ഡി യുവിന് പകരം ഞാൻ എന്ത് ചെയ്തു? വെലോസിറ്റി എഴുതി. അവിടുത്തെ ഡി വൈക്ക് പകരം ഞാൻ എന്ത് ചെയ്തു? ഒരു ലെങ്ത് എഴുതി ഇൻറ്റു ഏരിയ. അപ്പോൾ ഇതാണ് നമുക്ക് എന്ത് ചെയ്യണം? വിസ്കസ് ഫോഴ്സിന്റെ ഇക്വേഷൻ മ്യൂ ഇൻറ്റു വി ബൈ എൽ ഇൻറ്റു ഏരിയ എ. അത് നമ്മൾ കൊണ്ടുവന്നിനി ഈ 2 വാല്യൂ ഇനേർഷ്യ ഫോഴ്സിന്റെ ഇക്വേഷനായി അതുപോലെ വിസ്കസ് ഫോഴ്സിന്റെ ഇക്വേഷനായി
ഇത് രണ്ടും കൊണ്ടുപോകുന്ന നമ്മുടെ റൈനോൾഡ് നമ്പറിന്റെ എക്സ്പ്രഷനിൽ കൊടുക്കണമെങ്കിൽ നമുക്ക് റൈനോൾഡ് നമ്പർ എന്താണെന്നുള്ളതിന്റെ ഡെറിവേഷൻ ആണ്. അപ്പൊ എന്താണ് ഇനേർഷ്യ ഫോഴ്സ് നമുക്കറിയാം റോ എ വി സ്ക്വയർ ആണ് നമ്മുടെ ഇനേർഷ്യ ഫോഴ്സ് ഡിവൈഡഡ് ബൈ വിസ്കസ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ മ്യൂ ഇൻറ്റു വി ബൈ എൽ ഇൻറ്റു എ വരും. ഓക്കെ, ഇനി ഇതിനകത്ത് ക്യാൻസൽ ആയിട്ട് എ രണ്ടും ക്യാൻസൽ ആയിട്ട് പോകും. അതുപോലെ ഈ ലെങ്ത് നേരെ മുകളിലേക്ക് വരും, ഒരു വി ക്യാൻസൽ ആയിട്ട് പോകും. അപ്പൊ നമുക്ക് എന്ത് വരും? റോ എൽ വി ബൈ മ്യൂ എന്ന് വരും. ഇതാണ് നമ്മുടെ റൈനോൾഡ്സ് നമ്പറിന്റെ എക്സ്പ്രഷൻ വരിക, റോ എൽ വി ബൈ മ്യൂ. ഓക്കെ, ഇനി ഇവിടെ ഇപ്പൊ നമുക്ക് പൈപ്പ് ഫ്ലോ ആണെങ്കിൽ നമുക്കിവിടെ ഈ എൽ എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ ഡയമീറ്റർ ആയിട്ട് വരും. ഏതെങ്കിലും ഒരു ലീനിയർ ഡയമെൻഷൻ നമുക്ക് അവിടെ ഡയമീറ്റർ ആയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് വരുന്നത് പൈപ്പ് ഫ്ലോയുടെ കേസ് ആണെങ്കിൽ റോ വി ഇൻറ്റു ഡി ബൈ മ്യൂ എന്നാണ് നമ്മൾ എടുക്കുക റൈനോൾഡ്സ് നമ്പർ. ഇനി ഇവിടെ ഈ മ്യൂ ഈ റോ നേരെ താഴേക്ക് കൊണ്ടുവരികയാണെങ്കിൽ എനിക്ക് എന്ത് എഴുതാൻ പറ്റും? ഇവിടെ ഇസ് ഈക്വൽ ടു മ്യൂ ബൈ റോ എന്ന് എഴുതാൻ പറ്റും. ഈ മ്യൂ ബൈ റോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് കൈനമാറ്റിക് വിസ്കോസിറ്റി ആണ്. റേഷ്യോ ബിറ്റ്വീൻ ഡൈനാമിക് വിസ്കോസിറ്റി ടു ഡെൻസിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം അത് കൈനമാറ്റിക് വിസ്കോസിറ്റി ആണ്. അപ്പോൾ എനിക്ക് ഇതിന് എന്ത് എഴുതാൻ പറ്റും? വി ഡി ബൈ ന്യൂ എന്ന് എഴുതാൻ പറ്റും. ഇനി നമുക്ക് ലീനിയർ ഡയമെൻഷൻ ആണെങ്കിൽ ഈ ഡി ഡയമീറ്റർ മാറ്റിയിട്ട് അവിടെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ലെങ്ത് എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് വി എൽ ബൈ ന്യൂ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇതാണ് നമ്മുടെ റൈനോൾഡ്സ് നമ്പറിന്റെ ഇക്വേഷൻ വരിക. നെക്സ്റ്റ് ഫ്രൗഡ്സ് നമ്പർ. ഫ്രൗഡ്സ് നമ്പർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്ക്വയർ റൂട്ട് ഓഫ് ദ റേഷ്യോ ഓഫ് ഇനേർഷ്യ ഫോഴ്സ് ടു ഗ്രാവിറ്റി ഫോഴ്സ്. അതിനെയാണ് നമ്മൾ ഫ്രൗഡ്സ് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഇനേർഷ്യ ഫോഴ്സിന്റെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഇനേർഷ്യ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ റോ എ വി സ്ക്വയർ ആണ് നമ്മൾ എല്ലായിടത്തും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി മുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇനി അങ്ങോട്ട് വരുന്ന എല്ലാ നമ്പേഴ്സിനും നമ്മൾ എന്താണ് സ്ക്വയർ റൂട്ടിലാണ് പറയുന്നത്. അപ്പോൾ ഫ്രൗഡ്സ് നമ്പർ ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ദ റേഷ്യോ ഓഫ് ഇനേർഷ്യ ഫോഴ്സ് ടു ഗ്രാവിറ്റി ഫോഴ്സ്. അപ്പോൾ നമ്മൾ ഇത് ഓർത്ത് വെക്കാനായിട്ട് നമ്മൾ ഗ്രാവിറ്റി എപ്പോഴും നമ്മൾ ഗ്രാവിറ്റി ഫോഴ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ജി എഫ് ഗ്രാവിറ്റി ഫോഴ്സ്. അപ്പോൾ ഈ ഗ്രാവിറ്റി വെച്ച് റിലേറ്റഡ് ആയിട്ടുള്ളത് നമ്പർ എന്ന് പറഞ്ഞാൽ എഫ് വെച്ച് കൊടുക്കുന്ന നമ്പർ ഫ്രൗഡ്സ് നമ്പർ. അങ്ങനെയാണ് അത് ഓർത്ത് വെക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇനേർഷ്യ ഫോഴ്സ് നമുക്ക് റോ എ ബി സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി ഗ്രാവിറ്റി ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് ശരിക്കും? ഗ്രാവിറ്റി ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് നമുക്ക് എന്ത് പറയുന്നത്? ഗ്രാവിറ്റി ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ റിലേഷൻ നമുക്ക് കണ്ടുപിടിക്കണം. ഗ്രാവിറ്റി ഫോഴ്സ് എന്ന് പറയുന്നത് മാസ് ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് മാസിന് പകരം നമ്മൾ നേരത്തെ അതേ ഈ ഒരു ഇനേർഷ്യ ഫോഴ്സിന്റെ നമ്മൾ ഡെറിവേഷൻ ചെയ്തതാണ്. അപ്പോൾ അവിടെ നമ്മൾ മാസിന് പകരം നമ്മൾ റോ ഇൻറ്റു വോളിയം കൊടുത്തിരുന്നു, അത് ഇൻറ്റു ജി എന്ന് വരും. ഇനി ഇവിടെ എനിക്ക് ഈ വോളിയത്തിനെ നമ്മുടെ ഈ ഒരു എക്സ്പ്രഷൻ കിട്ടാനായിട്ടാണ് ഈ വോളിയത്തിനെ എനിക്ക് വേണമെങ്കിൽ എൽ ക്യൂബ് ലെങ്ത് ക്യൂബ് എന്ന് എഴുതാം. അതിനെ ഞാനൊന്ന് അറേഞ്ച് ചെയ്തിട്ട് റോ ഇൻറ്റു ഈ വോളിയത്തിന് ഞാൻ ലെങ്ത് സ്ക്വയർ ഇൻറ്റു എൽ എന്ന് എഴുതി, അത് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഓക്കെ, അപ്പോൾ ഈ എൽ സ്ക്വയറിന് പകരം നമുക്ക് അവിടെ എന്ത് എഴുതാൻ പറ്റും? എൽ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ലെങ്ത് സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ ഏരിയയാണ്. അപ്പോൾ റോ എ ഇൻറ്റു എൽ ജി എന്നാണ് നമുക്ക് എന്ത് കിട്ടുക? ഗ്രാവിറ്റി ഫോഴ്സിന്റെ ഇക്വേഷൻ കിട്ടുക. അപ്പോൾ ഈ രണ്ടും കൊണ്ടുവന്ന് നമ്മുടെ ഇക്വേഷനിൽ ഫ്രൗഡ്സ് നമ്പറിന്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എന്ത് വരും എന്ന് നോക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനേർഷ്യ ഫോഴ്സ് നമ്മൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. റോ എ വി സ്ക്വയർ ഡിവൈഡഡ് ബൈ ഗ്രാവിറ്റി ഫോഴ്സ് എന്ന് പറഞ്ഞാൽ റോ എ എൽ ജി. അപ്പോൾ ഇവിടെ നമുക്ക് റോ എ കോമൺ ആണ്, അത് രണ്ടും ക്യാൻസൽ ആയി കളയാം. അതേപോലെ നമുക്ക് ലാസ്റ്റ് വരുന്നതാണ് അപ്പോൾ റൂട്ട് ഓഫ് വി സ്ക്വയർ ബൈ എൽ ജി എന്നാണ് വരിക. ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്യാം. ഈ റൂട്ട് മാറ്റിയാൽ നമുക്ക് വി സ്ക്വയറിനെ പുറത്തേക്ക് എടുത്താൽ നമുക്ക് എന്താണ് വി എന്ന് എഴുതാൻ പറ്റും, ഡിവൈഡഡ് ബൈ റൂട്ട് എൽ ജി എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഫ്രൗഡ്സ് നമ്പറിന്റെ ഇക്വേഷൻ ഇതാണ്. ഫ്രൗഡ്സ് നമ്പർ ഇസ് ഈക്വൽ ടു വി ബൈ റൂട്ട് എൽ ജി. നെക്സ്റ്റ് യൂളേഴ്സ് നമ്പർ. യൂളേഴ്സ് നമ്പർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് സ്ക്വയർ റൂട്ട് ഓഫ് ഇനേർഷ്യ ഫോഴ്സ് ടു പ്രഷർ ഫോഴ്സ്. അപ്പോൾ നമുക്ക് സ്ക്വയർ റൂട്ട് ഓഫ് ഇനേർഷ്യ ഫോഴ്സിന്റെയും പ്രഷർ ഫോഴ്സിന്റെയും റേഷ്യോക്കാണ് നമ്മൾ യൂളേഴ്സ് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഓർത്തിരിക്കുകയാണ്. നമ്മൾ സാധാരണ പ്രഷർ എപ്പോഴും പറയുന്നത് പ്രഷർ എനർജി എന്നാണ് നമ്മൾ പറയുക സാധാരണ. ഓക്കെ, അപ്പൊ പ്രഷർ എനർജി. അപ്പോൾ ഇതിനകത്ത് പ്രഷർ റിലേറ്റ് ടു എന്താണ്? ഇ വെച്ചിട്ടുള്ള നമ്പറാണ് വരിക. അപ്പോൾ ഈ എനർജിയുടെ ഇ വെച്ചിട്ടുള്ള നമ്പർ എന്ന് പറഞ്ഞാൽ നമുക്ക് ആകെയുള്ള ഒരു യൂളേഴ്സ് നമ്പറാണ്. അപ്പോൾ ഈ പ്രഷർ എനർജി ഓർത്താൽ മതി. എന്തിന്? നമുക്ക് യൂളേഴ്സ് നമ്പറിൽ ഏത് ഫോഴ്സ് ആണ് റിലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ പ്രഷർ ആണ് നമുക്ക് ഇവിടെ പ്രഷർ ഫോഴ്സ് ആണ് നമുക്ക് വരിക.
അപ്പോൾ നമുക്ക് ഇതിനകത്ത് വാല്യൂ ഇടുന്നത് നമുക്ക് ഇനി പ്രഷർ ഫോഴ്സിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ പ്രഷർ ഫോഴ്സ് നമുക്ക് സാധാരണ ഇന്റൻസിറ്റി ഓഫ് പ്രഷർ അല്ലെങ്കിൽ സിംപ്ലി പ്രഷർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രഷർ ഫോഴ്സ് ബൈ ഏരിയ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് പ്രഷർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ വേണ്ടത് അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഇന്റൻസിറ്റി ഓഫ് പ്രഷർ ഇൻറ്റു ഏരിയ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? പ്രഷർ ഫോഴ്സിന്റെ ഇക്വേഷൻ ആയി. ദാറ്റ് ഈസ് പ്രഷർ ഫോഴ്സ് എഫ് ഇസ് ഈക്വൽ ടു ഇന്റൻസിറ്റി ഓഫ് പ്രഷർ പി ഇൻറ്റു ക്യാപിറ്റൽ എ. അത് നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമ്മുടെ ഇനേർഷ്യ ഫോഴ്സിന്റെ വാല്യൂ നമുക്കറിയാം റോ എ വി സ്ക്വയർ ആണ്. അതേ ഡിവൈഡഡ് ബൈ പ്രഷർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇന്റൻസിറ്റി ഇൻറ്റു ഏരിയ പി ഇൻറ്റു എ. ഇവിടെ നമുക്ക് എ ക്യാൻസൽ ആയിട്ട് പോകും. ബാക്കി വരുന്നത് എന്താണ്? റൂട്ട് ഓഫ് റോ വി സ്ക്വയർ ബൈ പി, ഇന്റൻസിറ്റി പി. അത് നമുക്ക് അറേഞ്ച് ചെയ്ത് എഴുതണമെങ്കിൽ നമുക്ക് ഈ വി സ്ക്വയർ പുറത്തേക്ക് വന്നാൽ വി ഡിവൈഡഡ് ബൈ ഈ പി റോ നേരെ താഴേക്ക് വന്നാൽ നമുക്ക് പി ബൈ റോ എന്ന് വരും. റൂട്ട് ഓഫ് പി ബൈ റോ ദാറ്റ് ഈസ് വി ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് പി ബൈ റോ ആണ് നമുക്ക് എന്ത് വരിക? യൂളേഴ്സ് ഇക്വേഷൻ വരും. നെക്സ്റ്റ് വെബർ നമ്പർ. വെബർ നമ്പർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് സ്ക്വയർ റൂട്ട് ഓഫ് ഇനേർഷ്യ ഫോഴ്സ് ടു സർഫസ് ടെൻഷൻ ഫോഴ്സ്. അപ്പോൾ ഇനേർഷ്യ ഫോഴ്സിന്റെയും സർഫസ് ടെൻഷൻ ഫോഴ്സിന്റെയും റേഷ്യോക്കാണ് നമ്മൾ വെബർ നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഓർത്ത് വെക്കാൻ വേണ്ടി നമ്മളിപ്പോ ഒരു വാൾ നോക്കിയാൽ നമുക്കറിയാം അതിന്റെ സർഫസ് ആണ് നമ്മൾ കാണുക. ഓക്കെ, അപ്പോൾ വാൾ സർഫസ് ഓർത്ത് വെക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ സർഫസ് ടെൻഷൻ ഉൾപ്പെടുന്ന ആ ഒരു നമ്പർ എന്ന് പറഞ്ഞാൽ W വെച്ച് തുടങ്ങുന്ന വെബർ നമ്പർ ആയിരിക്കും അവിടെ വരിക. അപ്പോൾ നമുക്ക് ഇവിടെ ഇപ്പോൾ ഇനേർഷ്യ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് റോ എ ബി സ്ക്വയർ ആണ്. അഗൈൻ നമുക്ക് ഇവിടെ സർഫസ് ടെൻഷൻ ഫോഴ്സ് കണ്ടുപിടിക്കണം. സർഫസ് ടെൻഷൻ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് സർഫസ് ടെൻഷൻ ഇൻറ്റു ലെങ്ത് ഓഫ് സർഫസ് എന്നാണ് പറയുക. അപ്പോൾ നമുക്ക് സർഫസ് ടെൻഷൻ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സർഫസ് ടെൻഷൻ സിഗ്മയാണ്. സിഗ്മ ഇൻറ്റു ലെങ്ത് ഓഫ് സർഫസ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എൽ ആണ്. അപ്പോൾ ഇവിടെ സിഗ്മ എൽ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതുപോലെ തന്നെ IF ഇനേർഷ്യ ഫോഴ്സിന് പകരം റോ എ ബി സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വെബർ നമ്പർ വരുന്നത് ഇങ്ങനെയാണ്: സ്ക്വയർ റൂട്ട് ഓഫ് ഇനേർഷ്യ ഫോഴ്സിന് പകരം റോ എ ബി സ്ക്വയർ. ഇവിടെ നമുക്ക് ഈ ഇക്വേഷനകത്ത് ഒരു ക്യാപിറ്റൽ എൽ ഉള്ളതുകൊണ്ട് നമുക്ക് ഏരിയ വേണമെങ്കിൽ നമുക്ക് ഇതേപോലെ എൽ സ്ക്വയർ എന്ന് എഴുതാം. ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ എൽ സ്ക്വയർ ലെങ്ത് സ്ക്വയർ ആണ് ഏരിയ. അപ്പോൾ ഞാനിവിടെ ഏരിയക്ക് പകരം എൽ സ്ക്വയർ എന്ന് എഴുതി ഇൻറ്റു വി സ്ക്വയർ ഡിവൈഡഡ് ബൈ സർഫസ് ടെൻഷൻ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ സിഗ്മ ഇൻറ്റു എൽ ആണ് വരും. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഒരു എൽ ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് ബാക്കി വരുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് റോ എൽ വി സ്ക്വയർ ബൈ സിഗ്മ ആണ്. അപ്പോൾ ഞാൻ ഇതിനെ അറേഞ്ച് ചെയ്യുമ്പോൾ ഈ വി സ്ക്വയർ നമുക്ക് വേണമെങ്കിൽ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ വി ഡിവൈഡഡ് ബൈ ബാക്കി വരുന്നതിന് നമ്മൾ റൂട്ടിലേക്ക് എഴുതുക. ഈ സിഗ്മ എൽ നേരെ താഴേക്ക് വരുമ്പോൾ സിഗ്മ ബൈ റോ എൽ എന്ന് വരും. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് സിഗ്മ ബൈ റോ എൽ. ഇതാണ് നമ്മുടെ വെബർ നമ്പറിന്റെ ഇക്വേഷൻ വരുന്നത്. ഇനി ലാസ്റ്റ് നമ്പറാണ് മാക് നമ്പർ. മാക് നമ്പർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് സ്ക്വയർ റൂട്ട് ഓഫ് ദ റേഷ്യോ ഓഫ് ഇനേർഷ്യ ഫോഴ്സ് ടു ഇലാസ്റ്റിക് ഫോഴ്സ്. ഓക്കെ, അപ്പോൾ നമ്മളിത് ഓർത്ത് വെക്കാനായിട്ട് ഞാൻ പറഞ്ഞിരുന്നു. ഇലാസ്റ്റിക് ഫോഴ്സ് നമുക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഓർത്ത് വെച്ചാൽ മതി. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ നമുക്ക് M ഫോർ മാക് നമ്പർ ആൻഡ് E ഫോർ ഇലാസ്റ്റിക് ഫോഴ്സ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഇനേർഷ്യ ഫോഴ്സ് നമുക്കറിയാം റോ എ ബി സ്ക്വയർ ആണ്. അടുത്ത് നമുക്കിനി ഇലാസ്റ്റിക് ഫോഴ്സ്. അപ്പോൾ നമുക്ക് ഇലാസ്റ്റിക് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. സ്ട്രെസ് എന്തും പറയാം നമ്മൾ എന്താണ്? ഫോഴ്സ് ബൈ ഏരിയ ആണ്. അപ്പോൾ നമുക്ക് ഇലാസ്റ്റിക് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഇലാസ്റ്റിക് ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ. അപ്പോൾ നമ്മുടെ ഇലാസ്റ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് ഇലാസ്റ്റിക് സ്ട്രെസ് K ഇൻറ്റു ഏരിയ A ആണ് നമുക്ക് എന്ത് വരിക? ഇലാസ്റ്റിക് ഫോഴ്സ് വരുന്നത്. അപ്പോൾ അത് ഇവിടെ കൊണ്ട് നമ്മുടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇതാണ് റൂട്ട് ഓഫ് ഇനേർഷ്യ ഫോഴ്സ് ഇസ് ഈക്വൽ ടു റോ എ വി സ്ക്വയർ ഇൻറ്റു ഇലാസ്റ്റിക് ഫോഴ്സ് ഇസ് ഈക്വൽ ടു K ഇൻറ്റു എ. അപ്പോൾ ഈ ഏരിയ രണ്ടും ക്യാൻസൽ ആയിട്ട് പോകും. ബാക്കി വരുന്നത് നമുക്ക് എന്താണ്? റൂട്ട് ഓഫ് റോ വി സ്ക്വയർ ബൈ K എന്ന് വരും. ഇവിടെ നമുക്ക് ഈ വി സ്ക്വയറിന് നേരെ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് വി ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് K ബൈ റോ എന്ന് കിട്ടും. ഇനി ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, ഈ റൂട്ട് ഓഫ് K ബൈ റോ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ ഫ്ലൂയിഡ് ആണ്. അതിന് നമ്മൾ ഈ റൂട്ട് ഓഫ് K ബൈ റോയ്ക്ക് പകരം നമ്മൾ ക്യാപിറ്റൽ C എന്നാണ് നമ്മൾ മാർക്ക് ചെയ്യുക. ദാറ്റ് ഈസ് വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ ഫ്ലൂയിഡ്, ക്യാപിറ്റൽ C. നമുക്ക് മാക് നമ്പർ എന്ന് പറഞ്ഞാൽ
എന്താണ് വെലോസിറ്റി ഡിവൈഡഡ് ബൈ വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ ഫ്ലൂയിഡ് എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി.